السلام عليكم ورحمة الله وبركاته. نحمده ونصلي ونسلم على رسوله الكريم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യനായ അധ്യക്ഷൻ നവാസ് മൗലവി അവർകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാം മാർഗദർശികളും അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ബഹുവന്ധ്യരായ ഉസ്താദുമാർ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ മദ്രസകളിൽ നിന്നും പഠനം പൂർത്തിയാക്കി സേവന രംഗത്തേക്ക് പ്രവേശിക്കുന്ന യുവ പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി തൊടുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ രണ്ടുപാലം അതുപോലെ തന്നെ കുമ്മങ്കല്ലുകാർക്ക് സുപരിചിതമായ ഒരു പേരാണ് നസീഹ എന്നുള്ളത്. എന്നാൽ നസീഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് പൂർണ്ണമായ നിലയിൽ കൂടി മനസ്സിലാക്കിയിട്ടുള്ളവർ തുലവും തുച്ഛമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പലരുടെയും സംശയമാണ്, നസീഹ എന്ന് പറയുന്നത് ഒരു സംഘടനയാണോ, അതല്ല അതൊരു പാർട്ടിയാണോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഇസമാണോ എന്നുള്ള നിലയിൽ കൂടി പലരും സംശയത്തിൻ്റെ നിലയിലാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തത നൽകുന്ന ഒന്നാണ് അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെട്ടിരിക്കുന്ന ആ ടാഗ് എന്ന് പറയപ്പെടുന്നത്. അത് നിങ്ങൾ ധരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറംചട്ടയിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഒന്ന് അത് നോക്കുക. അതിലെഴുതിയിരിക്കുന്നത് ജനനം മുതൽ മരണം വരെ എളുപ്പമായ ദീനീ ജീവിതം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്യാപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ നിലയിൽ കൂടി ഇന്നത്തെ ഒരു ട്രെൻഡിങ് ആണ് ടാഗുകളിൽ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിൽ കൂടിയുള്ള ഹെഡ്ലൈനുകൾ അല്ലെങ്കിൽ ക്യാപ്ഷൻ നൽകുക എന്നുള്ളത്. അങ്ങനെ ഒരു ആലങ്കാരികമായ നിലയിൽ കൂടിയുള്ള ഒരു ക്യാപ്ഷൻ അല്ല, മറിച്ച് അതിൻ്റെ ഓരോ വാക്കിനെയും 100%, അതിൻ്റെ ഓരോ വാക്കിനോടും 100% നീതി പുലർത്തുന്ന ഒരു ക്യാപ്ഷൻ തന്നെയാണ് അതിൽ നൽകിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ വീടിനും നാടിനും സമൂഹത്തിനും ഉപകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ തർബീയത്ത്, അതല്ലെങ്കിൽ അവൻ്റെ സംസ്കരണം എന്നുള്ളത് അത് ചെറുപ്പത്തിൽ തന്നെ തുടങ്ങൽ അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ എന്തു പഠിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ അവസാനം വരെയുള്ള നമ്മുടെ ശീലം. അതാണല്ലോ അത് പ്രതിനിധീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് നസീഹയുടെ കർമ്മ പദ്ധതികൾ പോകുന്നത്. നസീഹയുടെ കർമ്മ പദ്ധതികൾ തുടങ്ങുന്നത് 4.5 വയസ്സിൽ മുതലാണ്. ഒരു കുട്ടിക്ക് 4.5 വയസ്സ് പ്രായമാകുമ്പോൾ തുടങ്ങി നസീഹയുടെ കർമ്മ പദ്ധതിയിൽ അവന് അണിചേരാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രം എന്നല്ല, ലോക ചരിത്രങ്ങൾ തന്നെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിഖ്യാതരായിട്ടുള്ള പണ്ഡിതന്മാർ പലപ്പോഴും 10 വയസ്സിന് മുമ്പിൽ ഹാഫിളായ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹി, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇമാം തൊബരി, ഇമാം നവവി, ഇമാം സുയൂത്തി, ഇബ്നു കസീർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ 10 വയസ്സിന് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായ നിലയിൽ കൂടി മനഃപ്പാഠമാക്കിയവരാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പ്രിയമുള്ളവരെ, നസീഹയെ സംബന്ധിച്ചിടത്തോളം 4.5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഹിഫ്ള് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ പല പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് പഠനഭാരം ഏറ്റവും കുറവുള്ള സമയമാണ്. LP സെക്ഷൻ അഥവാ ലോവർ പ്രൈമറി സെക്ഷനാണ് 1 മുതൽ 4 വരെ അല്ലെങ്കിൽ 5 വരെയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് പഠനഭാരം കുറവുള്ള സമയമാണ്. നമുക്കറിയാം 30 ജുസുകളാണ്, 6 വർഷമാണ് അവർക്ക് പഠിക്കാനുള്ള പ്രവിശാലമായ സമയം എന്ന് പറയുന്നത്. 4.5 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർമ്മലമായ മനസ്സാണ്. ഖുർആൻ പഠിക്കുന്നതിന് ഏറ്റവും സുന്ദരമായ മനസ്സെന്ന് പറയുന്നത് നിർമ്മലമായ നിഷ്കളങ്കമായ പാപങ്ങൾ എന്താണെന്ന് പോലും പരിചയപ്പെടാത്ത, അറിയില്ലാത്ത ഒരു സമയമാണ് ഈ പറയുന്ന സമയം എന്ന് പറയുന്നത്. ഈ ഒരു പ്രായത്തിലാണ്, ഒരു വർഷം നമുക്കറിയാം 365 ദിവസമാണ്. അതിൽ 65 ദിവസങ്ങൾ പല നിലയിൽ കൂടിയുള്ള അവധികൾ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള 300 ദിവസമുണ്ട്. ഒരു വർഷത്തിൽ ഒരു കുട്ടി പഠിക്കേണ്ടി വരുന്നത് 100 പേജാണ്. 100 പേജ് 300 ദിവസത്തിനുള്ളിൽ അവൻ പഠിച്ചാൽ മതി. എത്രയോ വളരെ ചുരുക്കമായ നിലയിൽ കൂടി ഒരു ദിവസം 1/2 പേജ് പഠിച്ചാൽ മതി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെമ്മറി പവർ വളരെ കൂടുതലാണ്, ഷാർപ്പായിരിക്കും. കാരണം അവർക്ക് മറ്റു കാര്യങ്ങളുമായൊന്നും യാതൊരു നിലയിൽ കൂടിയുള്ള ബന്ധങ്ങളില്ല. ആ സമയത്ത് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കൊത്തിവെക്കപ്പെടുന്ന അല്ലെങ്കിൽ കയറുന്ന കാര്യങ്ങൾ കൊത്തിവെക്കപ്പെടുന്നതിന് സമാനമാണ്. അതൊരിക്കലും മറന്നുപോകില്ല. അതൊരിക്കലും അവന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധ്യമല്ല. ആ ഒരു പ്രായം, അങ്ങനെ 10 വയസ്സാകുന്നത് വരെ വളരെ സുന്ദരമായ നിലയിൽ കൂടി, വളരെ ഏറ്റവും മയമായ നിലയിൽ കൂടി ആ ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് നസീഹ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, നസീഹയുടെ കീഴിൽ 2 മദ്രസകളാണ് നടക്കുന്നത്. റൗദത്തു അബൂബക്കർ സിദ്ദീഖ്, റൗദത്തു ഉമർ ബിൻ ഖത്താബ് എന്ന് തുടങ്ങിയ 2 മദ്രസകൾ. ഒന്ന് 2 ഭാഗത്താണെങ്കിൽ ഒന്ന് നടക്കുന്നത് നമ്മുടെ കൈതക്കോടാണ്. 2 ഉസ്താദന്മാർ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ കൊച്ചു കുട്ടികളെ ബഹുമാന്യനായ യൂസുഫ് ഉസ്താദ്, അതുപോലെ തന്നെ നവാസ് ഉസ്താദ് എത്രയോ സുന്ദരമായ നിലയിൽ കൂടിയാണ് അവരോടുകൂടി കളിച്ചും ചിരിച്ചും അവർക്ക് ഖുർആൻ പഠിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ നസീഹയുടെ സ്വപ്ന പദ്ധതിയാണ്, ഇനി മുന്നോട്ട് ഭാവിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചു പോകരുത്. നസീഹയ്ക്ക് ഹാഫിളുകളുണ്ട്. പ്രിയമുള്ളവരെ, നസീഹയുടെ കോഴ്സിലൂടെ ഈ നിലയിൽ കൂടിയുള്ള പദ്ധതിയിലൂടെ വന്ന ഹാഫിളായ കുട്ടികൾ നമുക്ക് മുമ്പിലുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ അവർ ഷീൽഡുകൾ, മൊമെന്റോ മേടിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അവർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാഷാ അല്ലാഹ് ഹാഫിളത്തുകളുമായി മാറുകയാണ്. എന്തൊരവസരമാണ്! അതുപോലെ തന്നെ 10 വയസ്സിൽ ആ കുഞ്ഞ് ഹാഫിളായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, UPയിലേക്ക്, അപ്പർ പ്രൈമറിയിലേക്ക് കയറുന്ന ആ സമയം മുതൽ 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് അങ്ങനെ തുടങ്ങി ഒരു 10 വർഷം ഒരു കുട്ടിക്ക് 10 വയസ്സാകുന്നത് മുതൽ 20 വയസ്സാകുന്നത് വരെ ശരിയാ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇങ്ങനെയുണ്ട്. 10 സെമസ്റ്ററുകളിലായി 10 വർഷങ്ങളായി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. അപ്പോൾ കുട്ടിക്ക് 20 വയസ്സാണ്. ആ 20 വർഷം ആ കുട്ടിയെ ചേർത്ത് വെക്കുകയാണ് നസീഹ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് എല്ലാവർക്കും പേടിയാണ്. മക്കൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മക്കൾ നേരെയാകുന്നില്ല. മക്കൾ പല നിലയിൽ കൂടിയുള്ള ഫോണിന്റെയും മറ്റും അഡിക്ഷനായി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആവലാതിയാണ്. പലപ്പോഴും മക്കളെ കുറിച്ച് പലർക്കും പല നിലയിൽ കൂടിയുള്ള വിഷമങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാഥമികമായ മദ്രസയിൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ് പഠനം നിർത്തുന്ന ആളുകൾക്കും നമ്മുടെ ഈ ശരിയാ കോഴ്സിനെ ഉപയോഗപ്പെടുത്താം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായ നിലയിൽ കൂടി നസീഹ ഉന്നം വയ്ക്കുന്നത്, അല്ലെങ്കിൽ നസീഹയുടെ ഡ്രീം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് ജനനം മുതൽ മരണം വരെയാണ്. ജനനം മുതൽ മരണം വരെ എളുപ്പമുള്ള ദീനി ജീവിതം എളുപ്പമാക്കുക എന്നതാണ്. ജനനം മുതൽ ആ കുഞ്ഞിനെ നമ്മൾ 4.5 വയസ്സിൽ ഒരു കുഞ്ഞിനെ നമ്മുടെ തർബീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മരണം വരെ അവനെ പ്രിയമുള്ളവരെ നമ്മുടെ നിഴലിലായി അവരുടെ പുറകിൽ ഉസ്താദുമാരോട് കൂടി അവർക്ക് ഒരു വിഷമമില്ലാത്ത നിലയിൽ കൂടി അവരെ ഇങ്ങനെ തട്ടി അവരെ തലോടിക്കൊണ്ട് അവരുടെ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പദ്ധതി നമ്മുടെ നാട്ടിലുണ്ട്. ഈ പദ്ധതി 10 വർഷങ്ങൾക്ക് മേലെയായി നമ്മുടെ നാട്ടിലുണ്ട്. പലരും അതിൽ പ്രയോജനം എടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. നാളെ പ്രിയമുള്ളവരെ, ഈ മക്കൾ തന്നെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കൾ തന്നെ ഒരുപക്ഷെ നമുക്കെതിരായി വരാം. ഈ മക്കൾ തന്നെ നമുക്കെതിരിൽ സംസാരിക്കുന്ന ഒരു നാൾ വരാനുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു, ഇവരെ തർബിയത്ത് ചെയ്യുന്ന രീതി അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചിരുന്നു, ഞാൻ നോമ്പ് പിടിച്ചിരുന്നു, ഈ നിലയിൽ കൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നാം ആരും വിചാരിക്കേണ്ട. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നമ്മുടെ മുന്നിലാണ്
നസീഹയുടെ വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് സ്വസ്ഥമാകാൻ നിങ്ങൾ നസീഹയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെ ഏൽപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ വഴികെട്ട് പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും നമ്മുടെ സമ്പത്തും ഇതെല്ലാം പലപ്പോഴും പലരും പറയാറുണ്ട്, അങ്ങേയറ്റം വിഷമത്തോടു കൂടി എനിക്ക് മകൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മകൾ ഉണ്ടാകാതിരുന്നെങ്കിൽ, എൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ആ കഷ്ടകാലത്തിന് പറയേണ്ട നിലയിൽ കൂടിയുള്ള ഒരു അവസ്ഥ കഴിഞ്ഞു പോവുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് നസീഹ നമുക്ക് താങ്ങും തണലുമാകുന്നത്. ഇങ്ങനെ ഇതൊരു പദ്ധതിയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല, വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള എല്ലാ ദിവസവും ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മുടെ ഓഫീസിൽ അതിനുള്ള തർത്തീബുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഒരു മനുഷ്യന് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലുമെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, NNF എന്ന് പറയുന്ന നസീഹ നിധി ഫണ്ട് എന്ന് പറയുന്ന പലിശരഹിതമായ ബാങ്കിങ് സിസ്റ്റം നമുക്കുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യനെ ചേർത്ത് നിർത്താൻ മരണം വരെ നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നോളി, നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആളുകൾ, അവർ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിലും അതല്ലെങ്കിൽ ICUയിലും കിടന്ന് അവർക്ക് ഇഷ്ടമില്ലാത്ത നിലയിൽ കൂടി, ഇഷ്ടപ്പെട്ട ആളുകൾ അടുത്തില്ലാത്ത നിലയിൽ കൂടി മരിക്കാൻ കിടന്ന് അവർ മരണത്തോട് മല്ലടിച്ച് അവിടെ കിടന്ന് മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നസീഹയുടെ ഡ്രീം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? 40 അല്ലെങ്കിൽ 50 ബെഡുകൾ, അത് ഓക്സിജനോട് കൂടി തന്നെ നമ്മൾ സജ്ജീകരിക്കുകയാണ്. നമ്മുടെ മർക്കസിനോടൊപ്പം തന്നെ ഇവിടെ നമസ്കാരം നടക്കുമ്പോൾ ഖുർആൻ ഓതലുകൾ, ദീനിന്റെ വിവിധമായ നിലയിലുള്ള കർമ്മ പദ്ധതികൾ, പരിപാടികൾ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഖുർആനിന്റെ തണലിലായി ഇവിടെ അസ്രായിൽ അലൈഹിസ്സലാം വന്ന് വളരെ നിർമ്മലമായ നിലയിൽ കൂടി റൂഹിനെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഏറ്റവും സുന്ദരമായ മരണം ഇവിടെയുള്ള നാട്ടിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ നസീഹ ഉന്നമിക്കുന്ന ഒരു ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. ദുന്യവിയായ കാര്യങ്ങൾ ഇതിനോടൊപ്പം നടക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ആഖിറത്തിന് മുൻഗണന നൽകുന്ന പദ്ധതിയാണ് നസീഹ എന്ന് പറയുന്ന കുറച്ച് ആലിമീങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരെയും കൂട്ടി ഇങ്ങനെ 10 വർഷമായി ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നവരെല്ലാവരും അവരുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരുടെ സാമ്പത്തികമായ നിലയിലോ അതല്ലാതെയോ ഏതെല്ലാം നിലയിൽ നമുക്ക് സഹായകരമാകാൻ സാധിക്കുമോ ആ നിലയിൽ കൂടി നമ്മൾ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ മുഴുവൻ പ്രയോജനങ്ങളും നമ്മൾ ഓരോരുത്തരും സാംശീകരിക്കുക എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. എൻ്റെ മേൽ അർപ്പിതമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ മഹനീയ സദസ്സിന് സ്വാഗതം അരുളുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സമയക്കുറവിൻ്റെ പേരിൽ അധ്യക്ഷനായ നവാസ് മൗലവിക്കും ഖിറാഅത്തോദിയ ബിലാൽ മൗലവി, ഇവിടെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ഇസ്ഹാഖ് ഉസ്താദ്, ആദരിക്കപ്പെടുന്ന എല്ലാ ഉസ്താദുമാർ, അതുപോലെ തന്നെ യുവ പണ്ഡിതന്മാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.